സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള വിവിധ ജില്ലകളിൽ 7 ജില്ലകളിലും പോളിംഗ് 50% കടന്നു. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, CPM ജനറൽ സെക്രട്ടറി MA ബേബി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. വിവരങ്ങളുമായി ആന്റണി ജോർജും ചേരുന്നുണ്ട്. ആന്റണി, എങ്ങനെയാണ് ഇപ്പോൾ പോളിംഗ് ശതമാന നിരക്കുകളൊക്കെ എങ്ങനെയാണ്? ഇപ്പോഴും ഉച്ചതിരിഞ്ഞും നല്ല ഒരു നീണ്ട ക്യൂ തന്നെയാണോ പല ബൂത്തുകളിലും? തീർച്ചയായും രാവിലെ മുതൽ വലിയ ഒരു പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ വലിയ നീണ്ട നിര അല്ലെങ്കിൽ ഒരു മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെട്ടെന്ന് തന്നെ പോളിംഗ് ശതമാനം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ സംസ്ഥാനത്ത് ഈ 7 ജില്ലകളിലെയും പോളിംഗ് ശതമാനം 50-ന് മുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതായാലും ഇപ്പോൾ എല്ലാ ജില്ലകളും തന്നെ 50% പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ എറണാകുളത്ത് 57% പോളിംഗ് ഉണ്ട്. ആലപ്പുഴ 56% എത്തി നിൽക്കുന്നു. തിരുവനന്തപുരത്ത് 50.1% ഉള്ളത്. കൊല്ലത്ത് 53.99, പത്തനംതിട്ട 52.31, ആലപ്പുഴ 56.41. അങ്ങനെയാണ് ഇപ്പോൾ. ഏതായാലും എറണാകുളത്തൊക്കെ മികച്ച പോളിംഗ് തന്നെയാണ്. എറണാകുളം, ആലപ്പുഴ ജില്ലകളിലൊക്കെ മികച്ച പോളിംഗ് തന്നെയാണ് ഇപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും രാവിലെ തന്നെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര പലയിടങ്ങളിലും ദൃശ്യമായിരുന്നു. പക്ഷേ ഉച്ചയോടുകൂടി ചില ബൂത്തുകളിൽ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ വെയിലാറുന്ന ഒരു സമയത്തോടു കൂടി കൂടുതൽ വോട്ടർമാർ, ഇപ്പോൾ 3 മണിയായിട്ടുണ്ട്, അപ്പോൾ കൂടുതൽ വോട്ടർമാർ ഇപ്പോൾ തന്നെ ഇനി ബൂത്തുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. ഉച്ചയായ സമയത്ത് ചില കുറവുകൾ ചില ബൂത്തുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഉച്ച കഴിയുന്നതോടുകൂടി കൂടുതൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും നിലവിൽ ചിലയിടങ്ങളിലൊക്കെ ഈ യന്ത്ര തകരാറുകൾ ഉണ്ടായതൊഴിച്ചാൽ അങ്ങനെ കാര്യമായ പ്രശ്നങ്ങൾ എവിടെയും ഉണ്ടായിട്ടില്ല. പലയിടങ്ങളിലും ഈ കുറച്ച് സമയത്ത് ആലപ്പുഴയിലൊക്കെ 2 ഇടങ്ങളിൽ ഇങ്ങനെ രാവിലെ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 1-2 ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴികെ ബാക്കി മറ്റിടങ്ങളിലൊന്നും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ വഞ്ചിയൂരാണ്. അവിടെ ഈ CPIM കള്ളവോട്ട് ചെയ്തു എന്ന് ആരോപിച്ച് BJP പ്രതിഷേധത്തിന് വരികയായിരുന്നു. ഇപ്പോൾ 2 പ്രവർത്തകർ തമ്മിൽ, 2 വിഭാഗങ്ങൾ തമ്മിൽ അവിടെ ഒരു സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പോലീസും അതിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സംഭവം ഒഴികെ ബാക്കിയിടങ്ങളിലൊന്നും അങ്ങനെ സംഘർഷങ്ങളോ മറ്റോ ഉണ്ടായിട്ടില്ല. പിന്നെ പത്തനംതിട്ടയിലാണ് ആകെ ഒരു കള്ളവോട്ട് ശ്രമം നടന്നതായുള്ള ഒരു ആരോപണം ഉയർന്നത്. നാരങ്ങാനത്തെ പുത്തൻകുഴി എന്ന സ്ഥലത്തെ സ്കൂളിലാണ് ഇത്തരത്തിൽ സുരേന്ദ്രൻ എന്നയാളുടെ പേരിൽ മറ്റൊരാൾ കള്ളവോട്ടിന് ശ്രമം നടത്തിയത്. പിന്നീട് അവിടെ അരമണിക്കൂറോളം വോട്ടെടുപ്പ് നിർത്തിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് അവിടെ പുനരാരംഭിച്ചിട്ടുണ്ട്. വേറൊരിടത്ത് പത്തനംതിട്ടയിൽ ഇത്തരത്തിൽ ഈ BJPക്ക്, അതായത് CPIMന് വോട്ട് ചെയ്യുമ്പോൾ BJPയുടെ താമര ചിഹ്നത്തിൽ ലൈറ്റ് തെളിയുന്നു എന്നുള്ളൊരു പരാതി പത്തനംതിട്ടയിൽ ഉയർന്നിരുന്നു. അതും പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ വേറെ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്ന് പോളിംഗ് ഇപ്പോൾ അവിടെയും തുടരുന്നുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ സമാധാനപരമായൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് നിലവിൽ ഈ 7 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പോളിംഗ് 50% പിന്നിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറിലേക്ക് എത്തുമ്പോൾ അത് ഇനിയും ഉയരും. കഴിഞ്ഞ തവണ 1ാം ഘട്ടത്തിൽ 75% രേഖപ്പെടുത്തിയ പോളിംഗ്. ഏതായാലും അതിനടുത്തേക്ക് പോളിംഗ് പെർസെൻറ്റേജ് എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനിയും കുറച്ച് സമയം, 3 മണിയേ ആയിട്ടുള്ളൂ. 6 മണി വരെയാണ് പോളിംഗ് സമയം എന്ന് പറയുന്നത്. ഈ 6 മണിക്ക് മുൻപായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് ടോക്കണുകൾ നൽകും. ആ ടോക്കണുകൾ നൽകിയ ശേഷം അവരെയും വോട്ട് ചെയ്യിപ്പിച്ച ശേഷമായിരിക്കും അവരെയും ആ അവസരം ഒരുക്കിയ ശേഷമായിരിക്കും പോളിംഗ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പ്രമുഖരായ ആളുകളൊക്കെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. പലരും 7 മണിയോടുകൂടിയൊക്കെ പല ബൂത്തുകളിലുമായി വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ ആദ്യത്തെ വോട്ടാണ്. അദ്ദേഹം ഉച്ചയോടുകൂടിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അങ്ങനെ പല പ്രമുഖരും രാവിലെയും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുൻപായി തന്നെ വോട്ട് രേഖപ്പെടുത്തുകയും എന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏതായാലും ഈ വോട്ടെടുപ്പിന് ശേഷം നേതാക്കളിലും സ്ഥാനാർത്ഥികളുമൊക്കെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. CPM ആണെങ്കിലും LDF UDF ആണെങ്കിലും അതുപോലെ തന്നെ BJP ആണെങ്കിലും ഒക്കെ എല്ലാവരും വലിയ പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്.
ശരി ആന്റണി, എന്തായാലും ഒന്നാം ഘട്ടം അതായത് ആദ്യഘട്ടം വോട്ടെടുപ്പ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ എന്തായാലും പോളിംഗ് നടക്കുന്നത്. പ്രമുഖ നേതാക്കളടക്കം എല്ലാവരും വന്ന് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയെന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട്. ശക്തമായ രീതിയിൽ തന്നെ ഇപ്പോൾ പോളിംഗ് ബൂത്ത് ഉയരുന്നുണ്ട്, അല്ലെങ്കിൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ട് നിരക്ക് ഉയരുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. എറണാകുളവും ആലപ്പുഴയുമാണ് അല്പം മുൻപിൽ നിൽക്കുന്നത് എന്നുകൂടി വോട്ടിംഗ് ശതമാനത്തിൽ മനസ്സിലാകുന്നു. അങ്ങനെ ആദ്യഘട്ട വോട്ടിംഗ് വലിയ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. എല്ലാ ജില്ലകളിലും നിന്ന് കൃത്യമായ രീതിയിലുള്ള അപ്ഡേഷനുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിലാകട്ടെ നല്ല രീതിയിൽ തന്നെ എല്ലാ ബൂത്തുകളിലും ഇപ്പോൾ വമ്പിച്ച രീതിയിലുള്ള ഒരു വോട്ടിംഗ് ശതമാനം കാണാൻ കഴിയുന്നുണ്ട്. ആലപ്പുഴയും എറണാകുളവുമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം കൂടിയ 2 ജില്ലകൾ എന്ന് വേണം പറയാൻ. എന്തായാലും രാവിലെ മുതൽ തന്നെ എല്ലാ ജനങ്ങളും ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തുകളിലാണ്. എന്തായാലും വോട്ടുകൾ കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നു. എന്നാലും ചെറിയ രീതിയിലുള്ള ചില മെഷീനുകളുടെ തകരാറുകളും അതോടൊപ്പം തന്നെ കള്ളവോട്ട് ആരോപണങ്ങളും അതോടൊപ്പം അങ്ങനെ ചില വിഷയങ്ങളുണ്ടെങ്കിലും അത് കൃത്യമായ രീതിയിൽ തന്നെ എന്തായാലും ഉദ്യോഗസ്ഥർ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് വോട്ടിംഗ് ടൈം പൂർത്തിയാകുന്നതിന് മുമ്പ് വോട്ട് ചെയ്യിപ്പിക്കുക എന്നൊരു ഇതിലേക്കാണ് ഇപ്പോൾ എന്തായാലും എത്തിയിരിക്കുന്നത്. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെന്തായാലും പരിഹരിക്കപ്പെട്ടു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ആലപ്പുഴയിലും നല്ല രീതിയിൽ വോട്ടിംഗ് ശതമാനം കൂടി എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ജനവധി നേടുകയാണ്. എന്തായാലും നിയമസഭയുടെ ഒരു തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആദ്യ ചവിട്ടുപടിയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എന്തായാലും എങ്ങനെ സ്ഥാനങ്ങൾ നിലനിർത്താം, എങ്ങനെ തൻ്റെ മുന്നണികളെ ഓരോരോ സ്ഥലങ്ങളിൽ വിഭജിക്കാം എന്നൊരു കാര്യത്തിലാണ് എന്തായാലും ജനവിധി തേടുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളും ബാക്കി പ്രവർത്തകരും മറ്റുള്ള ജനങ്ങളെ അവിടേക്ക് എത്തിക്കുന്ന ഒരു തന്ത്രപ്പാടിൽ കൂടിയാണ്. ഏകദേശം ഇനി ഒരു 3 മണിക്കൂറിനുള്ളിൽ എന്തായാലും വോട്ടിംഗ് സമയം അവസാനിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 6 മണിയോടെ വോട്ടിംഗ് സമയം പൂർത്തിയാകും. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയാണ് ചേരുന്നത്. ഡി ബിനോയ്, എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്തെ വോട്ടിംഗ് ശതമാനം എങ്ങനെയാണ്? ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായതായി അറിഞ്ഞിട്ടുണ്ട്. വഞ്ചിയൂരിലടക്കം ഇപ്പോൾ ചെറിയൊരു ബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ അത് ശാന്തമായോ? രേണുക, വഞ്ചൂരിലാണ് വോട്ട് ചെയ്യുന്നതിന് ചൊല്ലി ഒരു ചെറിയ തർക്കമുണ്ടായത്. നിലവിൽ ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണ്. അതായത് CPIM കള്ള വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വലിയ തരത്തിൽ പിന്തുണ നൽകുന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് BJP പ്രവർത്തകർ അവിടെ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഒരു BJP പ്രവർത്തകനെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടി പ്രതിഷേധിച്ചുകൊണ്ട് റോഡ് ഉപരോധിച്ചുകൊണ്ട് ഒരു സമരം തുടരുകയാണ് അവിടെ. ഇപ്പോൾ CPM ഒപ്പം തന്നെ BJP പ്രവർത്തകരും റോഡിന്റെ ഇരുഭാഗങ്ങളിലായി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നുണ്ട്. പോലീസ് ഇടപെട്ട് പ്രശ്നങ്ങൾ ശാന്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വഞ്ചിയൂര് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പോരാട്ടം നടക്കുന്ന സ്ഥലം കൂടിയാണ്. കാരണം അവരുടെ മേയർ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു മേഖല കൂടിയാണ് വഞ്ചിയൂര്. അതുകൊണ്ട് തന്നെ ആ വഞ്ചൂർ വാർഡ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളൊരു ആവശ്യം CPIM-നുണ്ട്. രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ ചെറിയ തോതിലുള്ള വാക്കേറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ BJP-യുടെ ജില്ലാ നേതാക്കന്മാരെത്തി റീപോളിംഗ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത്തരത്തിൽ 200-ലധികം വോട്ടുകൾ കള്ള വോട്ടായി രേഖപ്പെടുത്തിയെന്നാണ് BJP നേതാക്കന്മാർ പറയുന്നത്. വഞ്ചിയൂരിൽ ഇപ്പോഴും ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പോലീസ് അവിടെ ഇരു വിഭാഗങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ നിലവിൽ ഇല്ല. അതേസമയം പോളിംഗ് വലിയ കാര്യമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയേക്കാൾ കൂടുതൽ പോളിംഗ് നടക്കുന്നത് മറ്റ് ജില്ലകളിലാണ്. എടുത്തു പറയേണ്ടത് ആലപ്പുഴ, എറണാകുളം തുടങ്ങിയ ജില്ലകളിലും പത്തനംതിട്ട ജില്ലയിലും കാര്യമായ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതേസമയം കോർപ്പറേഷനുകളുടെ കാര്യത്തിൽ, അതായത് ഈ പ്രാവശ്യം 3 കോർപ്പറേഷനുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കൊച്ചി. ഈ 3 കോർപ്പറേഷനുകളിൽ ഏറ്റവും പോളിംഗ് ശതമാനം കുറവ് തിരുവനന്തപുരം
കോർപ്പറേഷനിലാണ്. ഏകദേശം 42% വരെ മാത്രമേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പോളിംഗ് എത്തിയിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യവും പോളിംഗ് ശതമാനം കുറവായിരുന്നു. ഒരു പക്ഷേ 4 മണിയോടുകൂടിയൊക്കെ തന്നെ പോളിംഗ് ശതമാനം ഉയരാനുണ്ട്. ഇനി 3 മണിക്കൂറിലധികം സമയമുള്ളത് കൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനും കാര്യമായ രീതിയിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതേസമയം ഗ്രാമീണ മേഖലയിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെയും ഗ്രാമീണ മേഖലയിൽ കാര്യമായ വോട്ടിംഗ് പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ 3 മണിക്ക് കിട്ടിയ ഈ ഇലക്ഷൻ കമ്മീഷന്റെ അവരുടെ കണക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ ഇരു മുന്നണികളും ഇത്തവണ വലിയ തരത്തിൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ജില്ല കൂടിയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം UDFന് വലിയ തരത്തിൽ അടിപതറിയ ജില്ലകളിൽ ഒന്ന് പത്തനംതിട്ടയും കൊല്ലവും ഒക്കെ തന്നെ വലിയ തരത്തിൽ UDFന് നഷ്ടമായിരുന്നു. ഈ 3 ജില്ലകളിലും വോട്ടിംഗ് ശതമാനം ഉയർന്നത് UDFന് കാര്യമായ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും UDFന്റെ കൈവശമുണ്ടായിരുന്ന പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയി. ആ ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കണം. ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിലും കാര്യമായ തരത്തിൽ ഒരു മുൻതൂക്കം കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ പ്രാവശ്യം UDF അവിടെ പത്തനംതിട്ട ജില്ലയിൽ മത്സരിക്കുന്നത്. കൊല്ലത്താകട്ടെ UDFന് വലിയ തരത്തിൽ ഒരു മേൽക്കൈ കോർപ്പറേഷനിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കോർപ്പറേഷൻ രൂപീകൃതമായതിനു ശേഷം പിന്നീട് ഒരു പ്രാവശ്യം പോലും UDFന് അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റ അക്ക സംഖ്യയിൽ UDF തുടരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്രാവശ്യം അതിനൊരു മാറ്റം വരും. കാരണം ഘടകകക്ഷികൾക്ക് നൽകിയ സീറ്റുകളിൽ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ UDFന് കഴിഞ്ഞു അല്ലെങ്കിൽ എന്നത് എടുത്തു പറയാം. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളും മികവുറ്റ ആളുകളെ തന്നെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു മത്സരം UDFും LDFും തമ്മിൽ അവിടെ നടക്കും. BJPക്കും മറ്റ് ചില മേഖലകളിലാണ് പിന്തുണയുള്ളത്. നഗര കേന്ദ്രീകൃത ഭാഗങ്ങളിൽ വലിയ തരത്തിലെ പിന്തുണയില്ല. നഗരം വിട്ട് മാറിയ പ്രദേശങ്ങളിൽ BJPക്ക് പിന്തുണയുണ്ട്. ആ സ്ഥലങ്ങളിലും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് BJP മത്സരിക്കുന്നത്. കാരണം BJPക്ക് ജില്ലയിൽ ആകെ ഒരു പഞ്ചായത്താണ് ഉണ്ടായിരുന്നത്, കല്ലുപത്തിൽ പഞ്ചായത്ത്. അത് പിന്നീട് ഇവരുടെ തങ്ങളിലുള്ള ചേരിതിരിഞ്ഞുള്ള പ്രശ്നങ്ങൾ കാരണം അത് BJPക്ക് നഷ്ടമായി. പിന്നീട് ഒരു കൂട്ടുകക്ഷി ഭരണത്തിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു. അത്തരത്തിൽ ജില്ലയിൽ BJPക്ക് വലിയ വേരോട്ടമില്ല എങ്കിൽ തന്നെയും അവർ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വലിയ ജാഗ്രതയോട് തന്നെ തുടക്കം മുതൽ മത്സര രംഗത്ത് ഉണ്ടായിരുന്നു. കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസുകളാണ് നിർണായകമായ മത്സരത്തിൽ പങ്കാളികളായി മാറി നിൽക്കുന്നത്. കേരള കോൺഗ്രസ് Jയും കേരള കോൺഗ്രസ് Mഉം. കേരള കോൺഗ്രസ് M ഇത്തവണ CPIMുമായിട്ട് വലിയ ധാരണയിൽ വലിയ പിണക്കങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോയിരുന്നു. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ വലിയ തരത്തിലുള്ള പോളിംഗ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതുപ്പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ തരത്തിലുള്ള പോളിംഗ് നടക്കുന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലും വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവിടെ എല്ലാ മുന്നണികളും ശക്തമായ ഒരു പോരാട്ടത്തിന് തയ്യാറെടുത്തു. പ്രത്യേകിച്ചും UDFന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്ന ഇടുക്കി വീണ്ടും ഇത്തവണ ഒരു ഒപ്പം നിർത്തുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. കാരണം ഈ ഒരു സെമി ഫൈനലാണ് നിയമസഭാ മത്സരങ്ങൾക്ക് മുമ്പുള്ള. അതുകൊണ്ട് തന്നെ പരമാവധി സീറ്റുകൾ പിടിച്ചും പഞ്ചായത്തുകൾ പിടിച്ചടക്കിയും അണികളിൽ വിശ്വാസം ഉയർത്തിക്കൊണ്ട് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുക എന്നതാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ലക്ഷ്യം. അത്തരത്തിൽ ഒരു ലക്ഷ്യം നിലനിൽക്കുന്നതിന് പരമാവധി ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം ഈ ജില്ലകളിൽ പ്രത്യേകിച്ചും ഇടുക്കിയിലും പത്തനംതിട്ടയിലും കൊല്ലത്തും ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയും. തിരുവനന്തപുരം ജില്ലയുടെ ഗ്രാമീണ മേഖലകളിലും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് മുന്നണികളെല്ലാം തന്നെ മത്സര രംഗത്തുള്ളത്. അത് പോളിംഗ് ശതമാനത്തിലും കാണുവാൻ കഴിയും. രേണുക. ശരി ബിനോ, എന്തായാലും ഓരോ വോട്ടും പാഴാക്കരുത് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും വടക്കൻ കേരളത്തിലും കലാശക്കൊട്ട് ഗംഭീരമായ രീതിയിൽ നടക്കുമ്പോൾ തെക്കൻ കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ജനവിധി തേടുകയാണ്. എന്തായാലും ശക്തമായ രീതിയിലുള്ള പോളിംഗ് ശതമാനങ്ങൾ കൂടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നിരക്കുകൾ കാണാൻ കഴിയുന്നത്. മറ്റ് ജില്ലകളിലും ക്രമാതീതമായി ഉയരുന്നുണ്ട്. കിടപ്പ് രോഗികളെ അടക്കം എന്തായാലും പോളിംഗ് ബൂത്തിൽ എത്തിച്ച ഓരോ വോട്ടും പതിയട്ടെ എന്നൊരു ആശയത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇവിടെ പുരോഗമിക്കുന്നത്. ആനഡി ജോർജും D ബിനോയുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.